ഹായ് ഗൈസ്, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിടെക്കുകാർക്ക് എങ്ങനെ ബാങ്കിങ് ചേരാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. സോ അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ എങ്ങനെയാണ് നമുക്കൊരു ലിങ്ക്ഡിൻ്റെ ആവശ്യകത, വാട്ട് ഈസ് ദ ബേസിക് നെസസിറ്റി ഓഫ് ലിങ്ക്ഡിൻ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ IIT NIT പോലുള്ള വലിയ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിലല്ല പഠിക്കുന്നത് എങ്കിൽ അവർക്ക് കോളേജിലെ പ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇൻസ്റ്റാഗ്രാം പോലെ ലിങ്ക്ഡിൻ. ഇൻസ്റ്റാഗ്രാം അല്ല, ലിങ്ക്ഡിൻ. സോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പോലെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിടെക് ഫസ്റ്റ് ഇയറിൽ ഇപ്പം ജോയിൻ ചെയ്യുന്ന ഒരാളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ബൈ 4th ഇയർ നിങ്ങൾ ലിങ്ക്ഡിനിലെ തലതൊട്ടപ്പന്മാരായി മാറും. ദാറ്റ് ഈസ് എ ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഫോർ എ ലിങ്ക്ഡിൻ യൂസർ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ലിങ്ക്ഡിൻ ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണിൽ ലിങ്ക്ഡിൻ ഇല്ല എങ്കിൽ ഫസ്റ്റ് തന്നെ ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിൽ തന്നെ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡോണ്ട് ടേക്ക് സം സെൽഫി, അല്ലെങ്കിൽ ചുമ്മാ റാൻഡം ഫോട്ടോസ് എടുക്കരുത്. ഒരു പ്രൊഫഷണൽ ആയിട്ട്, വളരെ ഡീസൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രൊഫഷണൽ ഫോട്ടോ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. അതേപോലെ അതിൻ്റെ ഹെഡ്ലൈൻ ഉണ്ട്. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് 3-4 സെൻറ്റൻസിൽ, ഒരു 3 സെൻറ്റൻസിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അത് പ്രൊഫഷണൽ ആയിട്ട് ChatGPT കാര്യങ്ങൾ യൂസ് ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂമേ ആയി മാറി. പിന്നെ അതിനോടൊപ്പം ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ എബൌട്ട് സെക്ഷൻ. എബൌട്ട് സെക്ഷനിൽ ഇപ്പം നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മറ്റൊന്നും കാണത്തില്ല. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് മച്ച്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ കമ്പ്യൂട്ടർ സയൻസ് +2, ഐ ഹാവ് ലേൺ സംതിങ് ജാവ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ChatGPT സഹായത്തോടു കൂടി കുറച്ചുകൂടി ഭംഗി പോലെ നിങ്ങൾ റെഡിയാക്കണം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിന്റെ അബൌട്ട് സെക്ഷൻസ് സെറ്റ് ആയിരിക്കും. അപ്പം ഇത്രയും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബാനർ, ഞാൻ വേറൊരു കാര്യം വിട്ടുപോയത്, ബാനർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പ്രൊഫൈലിന്റെ തൊട്ട് മേലെ ഇങ്ങനെ ഇരിക്കും. ആ ബാനറിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാൻവയോ അങ്ങനെയുള്ള ആപ്സ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ബാനറും കൂടി സെറ്റ് ചെയ്യാം. അപ്പം പ്രൊഫഷണലി നോക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം ഇതോടൊപ്പം ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന റെസ്യൂമേ, ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമയാണ്. ആ റെസ്യൂമിൽ, ഓൺലൈൻ റെസ്യൂമയാണ്, ആ റെസ്യൂമയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള കോഴ്സസ് പഠിക്കുക, അതിൻ്റെ എക്സ്പീരിയൻസ് എടുക്കുക. കോഴ്സസ് പഠിക്കുക, അതിൻ്റെ റിയൽ ടൈം എക്സ്പീരിയൻസ് എടുക്കുക. അതിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഐ ഹവ് ലേൺ ദിസ് മച്ച് ഓഫ് തിങ്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ നോർമലി ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്ത് ഇടുന്നത് പോലെ സെയിം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ലിങ്ക്ഡിനിലും കാണിച്ചു കഴിഞ്ഞാൽ, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഏത് Tier 2, Tier 3, Tier 4, Tier 100 കോളേജ് ആയിരുന്നാലും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു 60% ബിടെക് മാർക്കും ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻസും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലും ഉണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് പ്ലേസ്ഡ്. അത് എത്ര തന്നെ വന്ന് തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയാലും യു വിൽ ഗെറ്റ് പ്ലേസ്ഡ്. സോ അതുകൊണ്ട് അത് മനസ്സിലിരുത്തി കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ദ കിങ്. അപ്പൊ ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പൊ ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? പ്രൊഫൈൽ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ് റിക്വസ്റ്റ്. നിങ്ങളിപ്പോൾ ഒരു ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജസിലെ സീനിയേഴ്സ് നിങ്ങൾ ആ ലിങ്ക്ഡിനിൽ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ആ കോളേജിൽ പഠിച്ചവർ നിങ്ങളുടെ സജഷൻസിൽ വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്ന സജഷൻസിൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ആരംഭിക്കുക. ബ്രോ, ഞാൻ ഇതാണ് പാർത്ഥനാണ്, സോ ഐ ആം ഡൂയിങ് മൈ ECE ഫ്രം ദിസ് കോളേജ്. അങ്ങനെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ആളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് നോക്കുക. അത് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് നല്ല ഫ്രൂട്ട്ഫുൾ കണക്ഷൻസ് കിട്ടും. അവർ മേ ബി വലിയ കമ്പനിയിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. അത് മതി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് പോകും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കണക്ഷൻ റിക്വസ്റ്റ്. ഇനി അറിഞ്ഞൂടാത്ത 5-6 പേരുമായിട്ടുള്ള പോസ്റ്റ്, അവരിടുന്ന പോസ്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ലെവൽ, സെമി കണ്ടക്ടർ, EV ബാറ്ററി ടെക്നോളജി, ഓർ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, ഓർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓർ സൈബർ സെക്യൂരിറ്റി, AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള തോട്ട് ലീഡേഴ്സും അങ്ങനെയുള്ള ബിസിനസ് ലീഡേഴ്സ്, അങ്ങനെയുള്ള ഹൈ റാങ്ക്ഡ് എംപ്ലോയീസും ആയിട്ടുള്ള അവർ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യും, അവരുടെ ഒരു ഇൻസൈറ്റ് ഷെയർ ചെയ്യും. ആ ഇൻസൈറ്റിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, ചുമ്മാ ഗ്രേറ്റ് പോസ്റ്റ്, വണ്ടർഫുൾ പോസ്റ്റ് അങ്ങനെയൊന്നുമല്ല, ആ പോസ്റ്റ് വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3, 4, 5, 6 സെന്റൻസിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് കൊടുക്കുക, ഉള്ളിൽ നിന്ന് കൊടുക്കുക. അല്ല ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് AIയുടെ സഹായത്തോടു കൂടി കൊടുക്കാതെ അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഇൻസൈറ്റ് കൊടുക്കുക. അപ്പം ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു 100 പേരുണ്ടെങ്കിൽ ടോപ്പ് 10 ആയിട്ട് മാറും. ബിക്കോസ് ഇത് ചെയ്യാനായിട്ടുള്ളൊരു മെനക്കേടുള്ളത് കൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ചെയ്യില്ല. സോ അങ്ങനെ ചെയ്യാതിരിക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊരു കരിയർ വേണം. അപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മേ ബി IIT NIT ആണെങ്കിലും നല്ലത്, അല്ലാത്തവരായിരിക്കും ഭൂരിഭാഗം പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കഴിയുമ്പോഴത്തേക്കും ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡെയിലി I will spend 30 minutes there. ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്ന 30 minutes ഇതിലോട്ട് എടുത്ത് മാറ്റിയാൽ നിങ്ങൾ കോളേജിൽ പാസ് ഔട്ട് ആവുന്ന ആ സമയം കൊണ്ട് യു വിൽ ബി ദ കിങ്. മനസ്സിലായില്ലേ? സോ അതേപോലുള്ള യു സ്റ്റാർട്ട് യൂസിങ് ലിങ്ക്ഡിനെ പ്രൊഫൈലാക്കി മാറ്റുക, നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ എടുക്കുക, ഞാൻ പറഞ്ഞ പോലെ ബാനർ സെറ്റ് ചെയ്യുക, ഹെഡ്ലൈൻ എന്ന് പറയുന്ന പോർഷനിൽ വളരെ ക്രിസ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, എബൌട്ട് സെക്ഷനിൽ നിങ്ങൾ ഇതുവരെ വന്ന മേഖലയിലുള്ള ഓരോരോ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. മനസ്സിലായില്ലേ? കണക്ഷൻസ് 5 ദിവസവും നല്ല കണക്ഷൻസ് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കോളേജ് സീനിയേഴ്സ് ആയിക്കോട്ടെ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ, സ്കില്ലുള്ള മേഖലയിലുള്ള ആൾക്കാരുടെ പോസ്റ്റുമായിട്ട് വളരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ഇൻസൈറ്റ് കൊടുക്കുക. അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ദ എൻഡ് ഓഫ് യുവർ കോളേജ് ഡിഗ്രി, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾ കോളേജ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു, അവിടെ എന്താ ചെയ്തതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ഇഫ് യു ആർ ഏബിൾ ടു ഡു ദിസ്, നിങ്ങൾ നോ ബഡി ക്യാൻ സ്റ്റോപ്പ് യു ഇൻ ഹണ്ടിങ് എ ജോബ്. സോ ഇതിനോടൊപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 60% മാർക്കോട് കൂടി 65% മാർക്കോട് കൂടി BTech പഠിക്കുക. ഏത് കോളേജ് തന്നെ ആയിക്കോട്ടെ, ഏത് കോളേജ് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഏത് കോളേജിലായാലും അവിടെ നിന്ന് പഠിക്കുക. ഒരു സ്കില്ല് പഠിക്കുക. അതിനോടൊപ്പം AI, ML, ഡേറ്റ അനലിറ്റിക്സ് പോലുള്ള കോഴ്സുകൾ, അത് ഏത് സ്ഥാപനത്തിലായാലും ഡേറ്റ അനലിറ്റിക്സ് പോലുള്ള കോഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡു ദാറ്റ്. ഐ ആം വിഷിംഗ് യു എ വെരി ഗുഡ് ലക്ക്. താഴെ വന്ന് ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക. ഐ വിൽ ബി ഡൂയിങ് ഷോർട്ട് കണ്ടന്റ് ഇൻ ഇൻസ്റ്റാഗ്രാം, ലോങ് ടെക്സ്റ്റ് കണ്ടന്റ് ഇൻ ലിങ്ക്ഡിൻ. എൻ്റെ ലിങ്ക്ഡിൻ്റെതും കൂടെ ഞാൻ ഷെയർ ചെയ്തേക്കാം. സോ ഐ വിൽ ബി ഓൾസോ ഷെയറിങ് ഡെയിലി പോസ്റ്റ് ഓൺ ദാറ്റ്. സോ അത് വാല്യൂബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ. ബൈ.